വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത പുറത്തുവിട്ടിരുന്നല്ലോ. അതായത് ഇസ്രായേൽ മിലിറ്ററി പ്ലെയിനുകൾ ഇന്ത്യയിലേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പാകിസ്ഥാന്റെ സമ TV അടക്കം ഈ വാർത്തകൾ പറഞ്ഞുകൊണ്ട് അവര് അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നതൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. അവരിവിടെ പറയുന്നത് 25 അംഗ മൊസാദ് ടീം കശ്മീരിൽ നമ്മുടെ സൈന്യവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുകയാണ്. ഇൻഡോ ഇസ്രായേൽ നെക്സസ് എക്സ്പോസ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ വാർത്ത പുറത്തു വന്നത്. അപ്പൊ നമ്മളത് കൊടുത്തതാണ്. അപ്പോ അതിന് പിന്നാലെ ഈ ഇസ്രായേൽ നോട്ടമിട്ടിരിക്കുന്ന ഇറാനിൽ ഒരു വമ്പൻ സ്ഫോടനം നടന്നു. ഇതിന് രണ്ട് ആംഗിൾ ഉണ്ട് വിശേഷാ. ഇറാനിൽ ഈ വമ്പൻ സ്ഫോടനം നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ മാധ്യമങ്ങൾ പറയുന്നത് ഇതിന്റെ പിന്നിൽ ഇസ്രായേലിന്റെ കൈകളാണോ എന്നുള്ളൊരു ചോദ്യം അവർ ഉയർത്തുന്നുണ്ട്. ബന്ദർ അബ്ബാസ് സിറ്റി തുറമുഖം എന്ന് പറഞ്ഞ തുറമുഖത്തിൽ ഈ വമ്പൻ സ്ഫോടനം നടന്നപ്പോൾ 800 പേര് അതിൽ പരിക്കേൽക്കുകയും 18 പേര് മരിക്കുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതിൽ ആദ്യത്തെ ആംഗിൾ ഇസ്രായേൽ ആണോ ഇതിന് പിന്നിൽ? കാരണം മൊസാദ് എന്ന് പറയുന്ന അവരുടെ ചാര സംഘടന ഇപ്പൊ തൊട്ടടുത്ത് കശ്മീരിലുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ഇതിലൊരു ആംഗിളാണ് ഇവിടെ കൂടുതൽ നമ്മുടെ നാഷണൽ മീഡിയാസ് ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ നേവി ഇൻസ്റ്റാഗ്രാമിൽ അവർ പോസ്റ്റ് ചെയ്തിരുന്നു. അതായത് നമ്മൾ INS വിക്രാന്ത് കറാച്ചി ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓൾ സെറ്റ് ആയി കഴിഞ്ഞു. നമ്മുടെ പടക്കപ്പലുകളെല്ലാം പാകിസ്ഥാൻ കടലിൽ പാകിസ്ഥാനോട് ചേർന്ന് നിൽക്കുന്ന അതിർത്തിയുള്ള കടലിൽ വളഞ്ഞു നിൽക്കുന്ന ഒരു ഫോട്ടോസൊക്കെ അവർ പുറത്തുവിട്ടിരുന്നു. അപ്പോ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഈ നാവികസേന പരമായിട്ട് പാകിസ്ഥാന് ഏറ്റവും പെട്ടെന്ന് ആക്ട് ചെയ്യാൻ പറ്റിയ ഒരു തുറമുഖമാണ് ബന്ദർ അബ്ബാസ് തുറമുഖം എന്ന് പറയുന്നത്. അവിടെ ഇവർക്ക് ബേസുകളൊക്കെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം സ്ഫോടനം നടന്നപ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്ന കാര്യം ഈ ബേസ് ആണ് അവിടെ തകർക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ രണ്ട് ആംഗിൾ ഉണ്ട്. ഇവിടെ കൺഫ്യൂസ്ഡ് ആണ്. ഇത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അറ്റാക്ക് ആണോ, അല്ലെങ്കിൽ ഇത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അജ്ഞാതമായിട്ടുള്ള ഒരു അറ്റാക്ക് ആണോ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ വാർത്തകളൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ കൺഫ്യൂഷനാണ് ഇതെന്താണെന്ന്. ഇതിന്റെ താഴെ കുറെ പേര് കമന്റ് ഒക്കെ ആയിട്ട് വരും. ഇവിടെ അങ്ങനെയല്ല അറ്റാക്ക് നടന്നത്, അവിടെ മറ്റേ പെട്രോൾ കൊണ്ട് ഇറക്കിയപ്പോൾ അത് ചോർന്നൊലിക്കുകയായിരുന്നു, അത് ഉദ്യോഗസ്ഥൻ കണ്ടില്ല, അതിന്റെ അടുത്തുനിന്ന് തീപ്പെട്ടി വെച്ച് കത്തിച്ചപ്പോൾ അങ്ങനെയാണ് ഉണ്ടായത്. ഞാൻ മറ്റേ മനോരമയെ കണ്ടല്ലോ, മാതൃഭൂമിയെ കണ്ടല്ലോ. കഴിഞ്ഞ ദിവസം നമ്മുടെ ലാഹോറിൽ ഒരു വാർത്ത കൊടുത്തിരുന്നത്, ലാഹോർ മറ്റേ ഫ്ലൈറ്റ് അവിടെ തീ പിടിച്ചു, നിന്ന് കത്തി ലാഹോർ എയർപോർട്ട്. അതിന്റെ താഴെ വന്നൊരു കമന്റ് ആണ്, ഇപ്പൊ ഞാൻ മനോരമയിൽ കണ്ടതേ ഉള്ളൂ, ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്ത് അതിന്റെ വീല് അതിന്റെ താഴെ ഉരസി ക്രാഷ് ആയിട്ടാണ് തീ പിടിച്ചതെന്ന് ഞാൻ മനോരമയെ കണ്ടു, നിങ്ങൾ വ്യാജ വാർത്ത അടിക്കേണ്ടത്. ആ വാർത്തയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ പറഞ്ഞ കാര്യമാണ്. പാകിസ്ഥാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഇന്ത്യ ആണെന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. ആ വാർത്തയാണ് നമ്മൾ കൊടുത്തത്. അപ്പൊ സമാനമായിട്ടുള്ള രീതിയിലാണ് ഇറാനിൽ ഈ അറ്റാക്ക് നടക്കുന്നത്, ഇറാനിൽ ഒരു സ്ഫോടനം നടക്കുന്നത്. അതും ഈ സവിശേഷമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ്. ജമ്മു കാശ്മീരിൽ പാകിസ്ഥാന്റെ ഒരു ഭീകരാക്രമണം നടന്നൊരു സാഹചര്യത്തിലാണ് എന്നുള്ളതാണ് ഇതിന്റെ ആ ഒരു കോൺസ്പിറസി നമുക്ക് അതിഭീകരമായിട്ട് വരാനുള്ള ഒരു കാരണം. എന്താണ് തോന്നുന്നത്, ഇതിന് പിന്നിൽ ആരായിരിക്കും? ഈ ഇറാനിൽ ഇങ്ങനത്തെ ഒരു സ്ഫോടനം നടന്നതിന് ശേഷം ഇറാന്റെ ഒരു റിയാക്ഷൻസ് നമ്മൾ കണ്ടു. അപ്പൊ അവര് പറയുന്നത് ഇറാനെ സംബന്ധിച്ച് അവിടെ ഈ വ്യവസായശാലകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സാങ്കേതിക തകരാറിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു ഇടമാണ്. അത് മാത്രമല്ല, 2021 ഈ ഇസ്രായേല് 2021 അവിടെ ഒരു സൈബർ അറ്റാക്ക് നടത്തിയായിരുന്നു ഇറാനിൽ. അങ്ങനെ ഇവിടെ തുറമുഖങ്ങൾക്കൊക്കെ ഒരുപാട് പണി കിട്ടിയായിരുന്നു. അപ്പൊ ഈ ഒരു സംഭവം നടന്ന ശേഷം ഇറാൻ പറയുന്നത് ഞങ്ങളുടെ ചില സാങ്കേതിക കുഴപ്പം കൊണ്ട് വന്നതാണ്, ഞങ്ങളുടെ രാസപദാർത്ഥങ്ങൾ പൊട്ടിത്തെറിച്ചാണെന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ പോലും ഞാനപ്പോ ഈ ഇസ്രായേലി മാധ്യമങ്ങൾ നോക്കിയായിരുന്നു. അപ്പൊ അതിനകത്ത് ആദ്യമൊന്നും അവിടെ വാർത്തകൾ പോലും വന്നിരുന്നില്ല. പിന്നീട് ഈ ചാനൽ 12 എന്ന് പറഞ്ഞിട്ട് ഈ ഇസ്രായേലിന്റെ കുറെ ഈ ഔദ്യോഗികമായ വാർത്തകൾ വരുന്നൊരു ചാനലുണ്ട് അവിടെ. അപ്പൊ അതിനകത്ത് അവിടെ ഈ ഇസ്രായേലി ഒരു സൈന്യ ഉദ്യോഗസ്ഥൻ വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്നാണ് അവരത് പറഞ്ഞിരിക്കുന്നത്. സാധാരണ അതിൽ ഇസ്രായേലിന്റെ, പക്ഷെ ഇതിനെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രിയോ ഇല്ലെങ്കിൽ IDF-ന്റെ തലവനോ ഒന്നും അല്ല പറഞ്ഞിരിക്കുന്നത്, ഒരു സൈന്യ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. സൈന്യ ഉദ്യോഗസ്ഥൻ പറഞ്ഞ് ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഇസ്രായേലി മാധ്യമങ്ങളും ഇസ്രായേലി ഹാൻഡിൽസുകളും സമഗ്രമായിട്ട് ഈ വാർത്ത കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിനകത്ത് ഇതെന്താണ് സംഭവം എന്ന് പറയാണ്ട് നോക്കുമ്പോൾ അതിനകത്ത് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഇറാൻ ഇസ്രായേലിനെതിരെ ഈ ഇവരുടെ പാലസ്തീൻ ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിനിടയിൽ 100 കണക്കിന് മിസൈലുകൾ തൊടുത്തുവിട്ടിരുന്നു ഇസ്രായേലിനെതിരെ. ഒടുവിലാണല്ലോ ഇസ്രായേൽ ഇവിടെ കയറി അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ ആ മിസൈലുകൾ തൊടുത്തുവിട്ടതിന് പിന്നാലെ ഇറാനിലെ ഈ മിസൈലുകൾക്ക് വലിയ ഷോർട്ടേജ് സംഭവിച്ചു. ഇവർ ഇത്രയും മിസൈലുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഷോർട്ടേജ് സംഭവിച്ചു. അപ്പൊ ഇതിനാവശ്യമായിട്ടുള്ള ഇന്ധനം അല്ലെങ്കിൽ ഇതിനാവശ്യമായിട്ടുള്ള ആ ഒരു പദാർത്ഥം, ആ ഒരു ഇത് ചൈനയിൽ നിന്ന് മാസത്തിൽ 2 ഷിപ്പിനകത്ത് എത്തിയിരുന്നു. അത് ഈ ബാലിസ്റ്റിക് മിസൈലിൽ ഉപയോഗിക്കാനുള്ള ആ ഒരു കാര്യങ്ങളും സ്ഫോടക വസ്തുക്കളുടെ ആ ഒരു വെടിമരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇറാന്റെ തുറമുഖത്ത് എത്തിയിരുന്നു.
അത് അവിടെ ഒരുപാട് നാളുകൾ അവിടെ ഡോക്ക് ചെയ്തിരുന്നു. അതിനുശേഷം ഈ ഐറ്റംസ് എല്ലാം കൂടി അവിടുത്തെ ഗോഡൌൺ, നമുക്കറിയാം ഈ ഷിപ്പ് യാർഡ് എന്ന് പറയുന്നത് കപ്പലെടുക്കാൻ വേണ്ടി മാത്രമല്ല, ഈ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളുമുണ്ട്. അവിടെ ഇവർക്ക് അത് സ്റ്റോക്ക് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്ക് ആയിട്ടാണ് ഇസ്രായേലി മാധ്യമങ്ങൾ ചെയ്യുന്നത്. അവർ പറയുന്നത് ജനുവരിയിൽ തന്നെ ഈ വാർത്ത ഫൈനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അപ്പൊ അതിനകത്ത് അവർ പറയുന്നത് ഈ 2 ചൈനീസ് ഷിപ്പ് വന്ന കാര്യം ഇത്. പിന്നെ ഇത് അവർ പറയുന്നുണ്ട്, ഇത് ഇസ്രായേലി മാധ്യമങ്ങളാണ്. ഇസ്രായേലി അവിടെ നോക്കണം, അവരുടെ മാധ്യമപ്രവർത്തനം പോകുന്ന പോക്ക് കണ്ടോ. അവരവരുടെ രാജ്യത്തെ കുറ്റപ്പെടുത്തുന്നില്ല, അവരുടെ രാജ്യം ചെയ്താണെന്ന് പറയുന്നില്ല. പക്ഷെ അവർ കൃത്യമായി പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് അതിനകത്ത്. അവിടെ ചൈനയുടെ അവിടെ നിന്ന് 2 ഷിപ്പ് അവിടെ വന്നിരുന്നു. ആ ഷിപ്പിനകത്ത് ഈ ബാലിസ്റ്റിക് മിസൈലുകളും മറ്റും ഉപയോഗിക്കുന്ന ആ സാധനങ്ങളായിരുന്നു. ഒപ്പം തന്നെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഹൂത്തി വിമതർക്കുള്ള ആയുധങ്ങളും മറ്റും കൊണ്ടുപോകുന്നത് ഈ പറയുന്ന അബ്ബാസ് തുറമുഖത്തിൽ നിന്നാണ്. ഇത്രയും കാര്യങ്ങൾ അവർ പറയുന്നുള്ളൂ, അവർ ചെയ്തതെന്ന് അവർ പറയുന്നില്ല. അപ്പൊ സ്വാഭാവികമായി നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ഇത് ഇത്ര കൃത്യമായി തന്നെ വാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഇസ്രായേൽ തന്നെ ആയിരിക്കും. കാരണം അവർക്കാണല്ലോ ഇറാൻ ഒരു ശത്രുവായിട്ട് നിൽക്കുന്നത്. ഈ ഹൂത്തിയുടെ കാര്യം കൂടെ വരുമ്പോൾ നമ്മൾ അതിനെ കണക്ട് ചെയ്ത് നോക്കുന്നത് അമേരിക്കയുമായിട്ടാണ്. കാരണം ഈ ഹൂത്തിക്ക് ഉള്ള സഹായങ്ങൾ മുഴുവൻ ഇറാൻ നിർത്തണമെന്ന് അമേരിക്ക അടിക്കടി പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ 3-ാം വട്ട ചർച്ച ഇറാനുമായിട്ട് ഇപ്പൊ ഒമാനിൽ വെച്ച് നടക്കാനിരിക്കുകയാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ടായിരിക്കണം പക്ഷേ ഇറാൻ ഇത് പൊടുന്നനെ അമേരിക്ക പറഞ്ഞില്ല. കാരണം അവരുടെ ചർച്ച അവസാന റൗണ്ട് 3-ാം വട്ട ചർച്ചയാണ് നടക്കുന്നത്. 2 വട്ട ചർച്ച വലിയ കുഴപ്പമില്ലാതെ പോയി, 3-ാം വട്ട ചർച്ചയാണ് അമേരിക്ക ഇറാനും തമ്മിൽ നടത്തുന്നത്. അപ്പൊ അതിനൊരു ബുദ്ധിമുട്ടുണ്ടാകണമെന്ന് കരുതിയിട്ടായിരിക്കും അവർ അടുത്ത ഒരു പ്രസ്താവനയ്ക്കൊന്നും വന്നില്ല. പകരം ആയത്തുള്ള ഖൊമേനി അതൊരു അന്വേഷണത്തിന് ഉത്തരവിട്ടത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ തുറമുഖവും ഈ തുറമുഖത്ത് വന്ന ഷിപ്പും അതുപോലെ തന്നെ ഈ തുറമുഖത്ത് നിന്നാണ് ഹൂത്തികൾക്ക് ഈ ആയുധങ്ങൾ പോകുന്നതും അതിലുപരി കറാച്ചിക്ക്, അതായത് ഇപ്പൊ ഒരു ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലൊരു ഫുൾ സ്കെയിൽ വാറൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഫുൾ സ്കെയിൽ വാർ ഉണ്ടായാൽ മാത്രമേ നമുക്കത് പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം തകർക്കപ്പെടുന്ന ഒന്ന് കറാച്ചി ആയിരിക്കും. പണ്ടും നമ്മൾ ആ കറാച്ചി തകർത്ത് തരിപ്പണമാക്കാനൊക്കെ നമ്മൾ ഒരുപാട്, പിന്നെ അന്നത്തെ ഒരു ഭരണാധികാരികൾ അത് വേണ്ടാന്ന് വെച്ചത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ട ഒരു പോർട്ടാണത്. അപ്പൊ അതായിരിക്കും. കാരണം ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ ഒരു നാവികസേനയുടെ ബലം അറബിക്കടലിൽ വർദ്ധിപ്പിച്ചാൽ തന്നെ ഈ കറാച്ചി പോർട്ടിലേക്കുള്ള അവരുടെ ഈ എന്താണ് പറയാ ചരക്ക് ഗതാഗതം താറുമാറായി പോകും. അതായത് പാകിസ്ഥാനിൽ ഒരു 80% ചരക്ക് എത്തുന്നത് ഈ കറാച്ചി വഴി, കറാച്ചി പോർട്ട് വഴിയാണ്. പിന്നെ അവർ ഈ അടുത്ത കാലത്ത് റഷ്യയിലേക്കൊക്കെ റോഡ് മാർഗം ഒരു വഴി തുറന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും അത്ര പ്രാക്ടിക്കൽ അല്ല അവർക്ക്. അപ്പം ഇതാണ് അവർക്ക് അത് ലാഭകരം ആണ് കൂടുതലും നമ്മൾ നോക്കുന്നത്. പിന്നെ റിസ്ക് ഇല്ല, അങ്ങനെയൊക്കെ നോക്കും. പക്ഷെ അപ്പൊ ഈ ഇന്ത്യയുടെ നേവിയുടെ സ്ട്രെങ്ത് കൂട്ടുകയാണെങ്കിൽ, അറബിക്കടലിൽ അങ്ങനെ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ പാകിസ്ഥാനിലേക്ക് ഷിപ്പ് വരാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ ആരും ഷിപ്പും കൊണ്ട് അവിടെ വരാൻ സാധ്യതകളില്ല. ഈ സാഹചര്യത്തിൽ പിന്നെ അവർക്ക് നോക്കാവുന്ന ഒരു തുറമുഖം എന്ന് പറയുന്നത് ഗദ്ദാർ തുറമുഖമാണ്. ഗദ്ദാർ തുറമുഖത്തിന്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഗദ്ദാർ തുറമുഖം ചൈന പണിതാണെങ്കിലും അവിടെ ചൈനയ്ക്കും പാകിസ്ഥാനും പോലും കയറാത്ത വിധത്തിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ വലിയ പ്രശ്നം നടക്കുകയാണ്. അവിടെയും സേഫ് അല്ല. പിന്നെ ഉള്ള ഇറാനിലെ ചബ്ബാർ തുറമുഖമാണ്. ചബ്ബാർ തുറമുഖം ഇന്ത്യയുടെ കയ്യിലാണ്. ഇന്ത്യയാണ് ഇപ്പൊ അവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് പൂർണ്ണമായും ഒരു ഫുൾ ഫ്ലെഡ്ജിലേക്ക് എത്തിയിട്ടില്ല നമ്മൾ, അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതാണ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു തുറമുഖം എന്ന് പറയുന്നത് ഈ അബ്ബാസ് തുറമുഖമാണ്. ഈ അബ്ബാസ് തുറമുഖത്തെ സംബന്ധിച്ച് ഇറാന്റെ 70% ചരക്ക് നീക്കങ്ങൾ നടക്കുന്ന ഒരു തുറമുഖമാണ്. പ്രത്യേകിച്ച് അവിടുന്ന് അവര് ഈ ഓയിൽ ഐറ്റംസ്, അതുപോലെ തന്നെ രാസവസ്തുക്കള്, അതിന്റെ ഇറക്കുമതിയും കയറ്റുമതി എല്ലാം അവരുടെ ഒരു മെയിൻ തുറമുഖം തന്നെയാണ് അബ്ബാസ് തുറമുഖം. അപ്പൊ പാകിസ്ഥാൻ പിന്നെ ആശ്രയിക്കാൻ പറ്റിയ ഒരു സാധനം അബ്ബാസ് തുറമുഖം. ഇവിടെയാണ് ഈ കോൺസ്പിറൻസി തിയറിക്കാരുടെ ഒരു തിയറി വരുന്നത്. ഇന്നലെ ഇറാന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ എന്നറിയില്ല, മിനിഞ്ഞാന്നായിരുന്നു. പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും ഇടയിൽ മധ്യസ്ഥനായി ഞങ്ങൾ നിൽക്കാം, ഞങ്ങൾ ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാം എന്ന് പറഞ്ഞിട്ട് ഇറാൻ രംഗത്തെത്തിയത്. അതിനുശേഷം അപ്പൊ ഇത് ഇന്നലെ നമ്മൾ ചർച്ചയിൽ പറയുകയും ചെയ്തത്, അവർക്ക് ഇപ്പൊ എന്തോ വെച്ചൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അവർ പ്രസ്താവനയായിട്ട് വന്നതെന്ന് പറഞ്ഞു. തലയൊന്ന് പൊക്കി അപ്പോഴാണ് വന്നതെന്ന് പറഞ്ഞു. പക്ഷെ അത് പൊക്കി തീർന്നിട്ട് ഞാൻ പിന്നീട് ഈ ചാനൽ നോക്കുമ്പോൾ കാണുന്ന അവിടെ ഇങ്ങനെ ബോംബ് ഈ ബ്ലാസ്റ്റിംഗ് നടന്നതായിട്ടാണ്. അപ്പോ പിന്നെ അതിനുശേഷം ഇറാന്റെ പ്രധാനമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം അതിൽ പറയുന്നത് ഇന്ത്യയുടെ ഈ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തെ ചെറുക്കുക തന്നെ വേണം, ഭീകരാക്രമണത്തിനെ നേരിടാൻ ഞങ്ങൾ ഇന്ത്യക്കൊപ്പം ഉണ്ടാകും എന്നാണ് ഇറാന്റെ ഏറ്റവും പുതിയ സ്റ്റേറ്റ്മെന്റ്. അതോടൊപ്പം തന്നെ ഈ ഇറാൻ പ്രധാനമന്ത്രി പാകിസ്ഥാനും മുൻ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാനോട് ഫോണിൽ വിളിച്ചിട്ട് ഈ ഭീകരവാദത്തിനെതിരെ പോരാടാൻ ഒന്നിച്ചു നിൽക്കാൻ പറയുകയും ചെയ്തു. ഏറ്റവും വലിയ രസം വെച്ചാൽ ഈ ഇമ്രാൻഖാൻ ജയിലിലാണ്. ജയിലിൽ നിന്ന് അദ്ദേഹത്തിന് ചില ഫെസിലിറ്റികളൊക്കെ അനുവദിച്ചിട്ടുണ്ട്. ഇന്നലെ മുതൽ അദ്ദേഹം ചാനലിലൊക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ അനലൈസ് ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അത് പാക് ഭരണകൂടം അദ്ദേഹത്തെ കുറച്ച് റിലീസ് ചെയ്യാൻ കാരണമുണ്ട്. കാരണം ഈ പാകിസ്ഥാനിൽ ഈ ഇമ്രാൻഖാന്റെ പാർട്ടി വളരെ കാലമായി പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഭരണകൂടത്തിനെതിരെ, അവരെ താഴെ ഇറക്കാൻ.
ഇപ്പോഴത്തെ ഈ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ ഇമ്രാൻഖാന്റെ പാർട്ടിയും കൂടെ പിണക്കി കഴിഞ്ഞാൽ പണി കിട്ടും. അല്ലാതെ തന്നെ അവിടെ പണിയോട് പണിയാണ്. ഒന്ന് ബലൂചിസ്ഥാൻ ആർമിയുടെ നേരത്തെ ബലൂചിസ്ഥാൻ വിഭജിക്കാൻ നടക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഖൈബർ പഖ്തൂൺ മേഖല പിടിച്ചെടുക്കാനായിട്ട് തെഹ്രിക്കെ താലിബാൻ നടക്കുന്നു. അതിനിടയിലാണ് ഇവരുടെ പ്രക്ഷോഭം നടക്കുന്നത്. ആരുടെ? ഈ പാകിസ്ഥാന്റെ PTI എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ്, അദ്ദേഹത്തിന്റെ ഈ ഇമ്രാൻഖാന്റെ പാർട്ടി. അത് പറയുന്നത് അത് വലിയ പ്രക്ഷോഭം, ചെറിയ പ്രക്ഷോഭമല്ല. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഒരുപാട് തവണ വാർത്ത കൊടുത്തിട്ടുള്ളതാണ്. അതിന് ഇസ്ലാമാബാദിലേക്കുള്ള പാതകളെല്ലാം അവന്മാർ ഈ വലിയ കണ്ടെയ്നർ ലോറി കൊണ്ടിട്ട് ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇവിടെ പ്രകടനം പലപ്പോഴും തടയുന്നത്. അപ്പൊ ഇവരെ കൂടെ പിണക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ നിൽക്കാൻ പറ്റത്തില്ല. ജനം മൊത്തത്തിൽ തന്നെ വയലന്റ്. ഇപ്പൊ ജനത്തിന് അവരുടെ ഭരണകൂടത്തോട് വിശ്വാസമില്ല. കാരണം അവർക്കറിയാം അവരെ ലൂട്ട് ചെയ്യുന്ന, ഇല്ലെങ്കിൽ അവരെ നശിപ്പിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇപ്പോഴുള്ളതെന്ന് നമുക്ക് കൃത്യമായി തന്നെ അറിയാം. അപ്പൊ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. അത് മാത്രവുമല്ല, ആഗോള തലത്തിൽ തന്നെ ഇപ്പോൾ പശ്ചിമേഷ്യ ഏഷ്യ ഒരു ശ്രദ്ധാകേന്ദ്രമാകുന്നു. ഇതിന്റെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. അതിനൊരു പ്രധാന കാരണം ഇന്ത്യ പാകിസ്ഥാൻ ഒരു ക്ലാഷ് മാത്രമല്ല, ചൈനയും തായ്വാനും തമ്മിലുള്ള ക്ലാഷ് അവിടെ നിൽക്കുന്നു. ഇതിനിടയിൽ താരിഫ് യുദ്ധം വരുന്നു. ആ താരിഫ് യുദ്ധത്തിൽ ഇന്നലെ ഷീ ജിൻപിങ്ങും ട്രംപും തമ്മിൽ ഫോൺ സംഭാഷണം നടന്നു. അതിൽ ചില ഇളവുകളൊക്കെ വരുത്തുമെന്ന് ചൈന പറഞ്ഞുവെന്ന് ട്രംപ് പറയുന്നു. ഇനി ഉള്ളതാണോ കള്ളമാണോ എന്ന് ട്രംപ് ആയതുകൊണ്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്നു. ഒരു സൈഡിൽ റഷ്യ നിൽക്കുന്നു. റഷ്യ ആണെങ്കിൽ ഇപ്പോഴേ ആകപ്പാടെ മടുത്ത് നാശമായി നിൽക്കുകയാണ്. കാരണം ഈ യുക്രൈനിന്റെ ഒന്നും നടക്കുന്നില്ല. ഇനി അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത് പറയാൻ കഴിയില്ല. ഈ അവസരത്തിൽ ഇന്ത്യയെ കൈവിട്ട് ആർക്കും നിൽക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു വിപണിയാണ്. ഈ പല രാജ്യങ്ങളുടെയും വമ്പൻ രാജ്യങ്ങളുടെ ആയുധം വിറ്റ് പോകണമെങ്കിൽ നമ്മളെ പിണക്കി കഴിഞ്ഞാൽ നടക്കത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോഴീ ഡൊണാൾഡ് ട്രംപ് എങ്ങും ഇല്ലാത്ത സ്നേഹവും കൊണ്ട് ഇപ്പൊ വരും. നമ്മളോട് സ്നേഹം കൊണ്ടല്ല, നമുക്കറിയാം നമ്മുടെ ആപത്ത് കാലത്തൊക്കെ ഇവർ നമ്മളോട് ഉണ്ടായിരുന്നില്ലെന്ന് അറിയാം. ഈ സ്നേഹം കൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നാളെ 5ാം തലമുറ വിമാനോ 6ാം തലമുറ വിമാനോ മറ്റേ ആയുധങ്ങളോ വാങ്ങണമെങ്കിൽ ഇന്ത്യക്ക് ഇപ്പൊ നിലവിൽ ഈ ഏരിയ പൈസയേ ഉള്ളൂ. പൈസക്കാരൻ്റെ അടുത്തല്ലേ ആൾക്കാർ ചെല്ലത്തുള്ളൂ. അതൊന്ന്. പിന്നെ റഷ്യയെ സംബന്ധിച്ച് റഷ്യ പണ്ടുതൊട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നതാണ്. അത് മാത്രവുമല്ല, ഇതിനിടയിൽ റഷ്യ കട്ടക്ക് നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യ ഒരിക്കലും റഷ്യയെ വിട്ട് പോകില്ലെന്ന് റഷ്യക്ക് നന്നായിട്ട് അറിയാം. കാരണം അവർ കട്ടക്ക് നിന്ന് പാരമ്പര്യവും അവർക്കുണ്ട്, അവർ കട്ടക്ക് നിൽക്കുകയും ചെയ്യും. അപ്പൊ ഇതെല്ലാം ഉണ്ട്. ഇതിനിടയിൽ ചൈനയ്ക്ക് രണ്ട് മോഹങ്ങൾ. ഒന്ന്, ചൈനയ്ക്ക് പാകിസ്ഥാനെ സഹായിക്കാതിരിക്കാൻ കഴിയില്ല. അവർക്ക് ഇന്നലെ നമ്മൾ ലഭിച്ച ഒരു വാർത്ത അനുസരിച്ചാണെങ്കിൽ ചൈനയിലേക്ക് പാകിസ്ഥാൻ അവരുടെ കുറെ വെപ്പൺസ് കൊണ്ട് എത്തിച്ചു കൊടുത്തു എന്നാണ് അറിയുന്നത്. കാർഗോ വിമാനങ്ങൾ വഴി ചൈന പാകിസ്ഥാൻ എത്തിച്ചു കൊടുത്തു. ഒരുപക്ഷെ ചൈന നേരിട്ട് അതിൽ ഇടപെട്ടില്ലെങ്കിൽ പോലും പാകിസ്ഥാൻ അവർക്ക് ഒരു പരിധി വരെ സഹായിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം പാകിസ്ഥാന്റെ ആണവ റിയാക്ടർ ആയാലും മറ്റുള്ളതായാലും ഒക്കെ ചൈന സഹായത്താലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരുടെ ഒരു ഡീലുണ്ട്, കരാറുണ്ട്. ആ കരാറനുസരിച്ച് അവർ ഹെൽപ്പ് ചെയ്യും. ഹെൽപ്പ് ചെയ്താലും ഇന്ത്യയെ വലിയ രീതിയിൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ചൈനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. കാരണം ചൈനയ്ക്ക് ഇവന്മാരെ സഹായിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. വിറ്റ സാധനം ഇപ്പം വേറൊരു വാർത്ത, ഇന്ന് നമ്മൾ ന്യൂസ് ഇന്ത്യ കൊടുത്തൊരു വാർത്ത ഉണ്ടായിരുന്നു. മാർച്ച് മാസത്തിൽ പുറത്തു വന്നൊരു ഉപഗ്രഹ ചിത്രം ഉണ്ടായിരുന്നു. പാകിസ്ഥാന്റെ ഈ നേവിയുടെ സ്ട്രെങ്ത് ആയിരുന്നു ആ ചിത്രത്തിന് ആസ്പദമായിട്ടുള്ളത്. അതിൽ പാകിസ്ഥാനുള്ളത് 8 അന്തർവാഹിനികളാണ്. അതിൽ 2 മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കി 6 മെയിൻ്റനൻസ് വർക്കിന് കയറ്റിയിരിക്കുക. അത് മാസങ്ങളെടുക്കും ഇറങ്ങാനായിട്ട്. പിന്നെ ഈ ചൈനയുടെ നിന്ന് 2023 ചൈനയുടെ പക്കൽ നിന്ന് ഏതാണ്ട് 12ഓളം അന്തർവാഹിനി വാങ്ങാൻ വേണ്ടി ഒരു കരാർ വെച്ചു. അതിൽ ചൈന 1-2 കണ്ടേ കൊടുത്തുള്ളൂ. കാരണം പൈസ കൊടുത്തില്ലായിരുന്നു. ആ അന്തർവാഹിനികൾ തമ്മിൽ അന്തർവാഹിനികളാണല്ല ഷിപ്പ് എങ്ങാണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ആ ഷിപ്പ് കൊണ്ടിട്ടിട്ട് ഇത് താഴോട്ട് പോയി. അത് വലിയ വാർത്തയായിരുന്നു. ചൈനയുടെ ഷിപ്പ് കൊണ്ടിട്ട് മുങ്ങിപ്പോയെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങൾ, കാരണം അവർക്ക് പൈസ കൊടുക്കാതെ ആരും ഈ സാധനങ്ങൾ ഇറക്കി കൊടുക്കത്തില്ല. ചൈന കൊടുക്കുന്ന തന്നെ അവിടെ തേഞ്ഞൊട്ടി അവരുടെ 2ാം ഗ്രേഡിലോ 3ാം ഗ്രേഡിലോ ഉള്ള സാധനങ്ങളായിരിക്കും. ഒരുപക്ഷെ അവരവിടെ യൂസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും വിമാനങ്ങളോ ഷിപ്പുകളോ ഒക്കെ ആയിരിക്കും വീണ്ടും പെയിന്റ് ഒക്കെ അടിച്ച് പുതുക്കിയിട്ട് ഇവർക്ക് കൊടുക്കുന്നത്. അപ്പൊ അതുപോലും ഇപ്പൊ കൊടുക്കാതെ വേറെ പൈസ ഇല്ല. രണ്ടാമത്തെ കാര്യം, ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ കൂടുതൽ വേദനിപ്പിക്കാണ്ട് ചൈന നിൽക്കില്ല. കാരണം ചൈനയെ സംബന്ധിച്ച് അറിയാം, ട്രംപ് ആയതുകൊണ്ട് ഏത് നിമിഷവും താരിഫ് പിന്നെ ഉയർത്തുകയോ വീണ്ടും ക്ലാഷ് ഉണ്ടാകുകയോ ഒക്കെ ചെയ്യാം. അപ്പൊ അവർക്ക് ഇപ്പൊ വേണ്ട സ്റ്റെബിലിറ്റി ഉള്ള ഒരു എക്കണോമിയാണ് വേണ്ടത്. സ്റ്റെബിലിറ്റി ഉള്ള ഒരു എക്കണോമിക്ക് ഇന്ത്യയായിട്ട് ട്രേഡിങ് അവർക്ക് അനിവാര്യവുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ വെറുപ്പിക്കില്ല പഴയതുപോലെ. അത് മാത്രവുമല്ല, റഷ്യ നമ്മളോട് കട്ടയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് അവർക്കറിയില്ല. നമുക്കറിയാലോ, കഴിഞ്ഞ യുദ്ധകാലത്ത് പാകിസ്ഥാനോടൊപ്പം ചേർന്നിട്ട് ചൈന നമ്മളെ ആക്രമിക്കുന്ന ഘട്ടം വന്നപ്പോൾ എന്ത് പറ്റി? ആ സമയത്ത് റഷ്യയും ചൈനയും തമ്മിൽ ബോർഡറിൽ ഇഷ്യൂ നടക്കുന്ന സമയം അവര് തമ്മിൽ. ആ സമയത്ത് റഷ്യയുടെ പട്ടാളത്തെ റഷ്യൻ ബോർഡറിൽ ചൈനയുടെ ബോർഡറിലേക്ക് നീക്കി. അവര് തമ്മിലുള്ള ഇഷ്യൂ. അപ്പൊ എന്ത് പറ്റി? ചൈനീസ് പട്ടാളത്തിന്റെ മുഴുവൻ കോൺസെൻട്രേഷൻ അങ്ങോട്ട് പോയി. അതുകൊണ്ടാണ് അന്ന് ചൈന നമുക്ക് നമ്മുടെ ഇതിന്റെ കൂട്ടത്തിൽ കയറി അറ്റാക്ക് ചെയ്യാൻ. ഇന്നിപ്പോ അത്രയും ലെവലൊന്നും ഇല്ല ചൈനയ്ക്ക്. കാരണം അവര് ഇപ്പൊ കുറച്ചുകൂടെ അവർക്കൊന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന, അവർക്ക് അവരുടെ എക്കണോമി സ്റ്റഡി ആക്കണം എന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം. പിന്നെ റഷ്യ വളരെ ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ ചൈന എന്തായാലും പാകിസ്ഥാനെ ഹെൽപ്പ് ചെയ്യും. അതൊരു പക്ഷെ ആയുധങ്ങളും ഒക്കെ ആയിട്ട് ഉള്ള ഹെൽപ്പ് ആയിരിക്കാം. അതിപ്പോ മറ്റു രാജ്യങ്ങൾ എല്ലാവരും ചെയ്യുന്നില്ല. ഇന്ത്യക്കും ചെയ്യുമായിരിക്കും. മറ്റുള്ള രാജ്യം ഇന്ത്യ ചെയ്തിട്ടില്ല. ഇന്ത്യ ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ, യുദ്ധ സമയത്ത് ആയുധങ്ങളും അതുപോലെ തന്നെ മെഡിക്കൽ എക്യുപ്മെന്റ്സും മറ്റും കയറ്റി അയച്ചിരുന്നില്ല. നമ്മൾ റഷ്യക്ക് കൊടുത്തിരുന്നില്ല യുദ്ധ സമയത്ത്. നമ്മുടെയാണ് അവിടെ അവർ ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടർ ചിപ്പുകൾ. അത് അമേരിക്ക പറഞ്ഞില്ല, നിങ്ങളാണ് ഈ ചിപ്പുകൾ മുഴുവൻ കൊടുക്കുന്നത്.
നമ്മൾ കൊടുത്തിരുന്നത്. എന്തിനു പറയുന്നത്, ഇറാഖ് ഇറാൻ യുദ്ധ സമയത്ത് നമ്മൾ ഇറാഖിലേക്ക് മുൻപ്, അന്ന് BJP ഒന്നും അല്ല ഭരിക്കുന്നത്, ഇറാഖിലേക്ക് മെഡിക്കൽ എക്യുപ്മെന്റ്സും മറ്റുമൊക്കെ കടത്തി അന്നൊരു വലിയ വാർത്ത ഉണ്ടായിരുന്നു. അന്ന് ഈ ഇറാഖിൽ ഇത് അന്ന് സദ്ദാം ഹുസൈന്റെ കാലമാണ്. അന്ന് അവിടത്തേക്ക് കൊടുത്ത ഈ മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ ഒക്കെ മറവിൽ ഇന്ത്യ ആയുധങ്ങളാണ് കൊടുത്തതെന്നൊക്കെ പറഞ്ഞ അന്ന് വലിയ ഇഷ്യൂകളൊക്കെ ഉണ്ടായതാണ്, വലിയ വാർത്തകളൊക്കെ ഉണ്ടായൊരു കാലം. അപ്പൊ അത് എല്ലാവരും സഹായിക്കും. അപ്പൊ ചൈനയുടെ ഒരു വിമാനങ്ങൾ പാകിസ്ഥാനിൽ എത്തി അവർ വെപ്പൺസ് കൊടുത്തു എന്നുള്ള ഒരു വലിയ വാർത്തയേ അല്ല. അത് യുദ്ധത്തിൽ സ്വാഭാവികമാണ്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഈ ആയുധത്തിന്റെ കരാർ വെക്കുമ്പോൾ തന്നെ ഈ ഒറ്റയടിക്ക് എല്ലാം കൂടെ വാങ്ങുകയല്ലല്ലോ ചെയ്യുന്നത്. നമുക്ക് ഷോർട്ടേജ് വരുന്ന സാധനം ഇല്ലെങ്കിൽ അതിന്റെ പാർട്സുകൾ ഈ രാജ്യം തരാൻ ബാധ്യസ്ഥരാണ്. അവരുടെ വിമാനങ്ങളിൽ ഇവിടെ കൊണ്ടത് എത്തിക്കാറുള്ളതാണ്, അതിന്റെ മെയിൻ്റെനൻസ് വർക്കുകൾ അവർ ചെയ്യാറുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, അവർ തരുന്ന വലിയ വെപ്പൺസ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ ആ രാജ്യത്തിന് പെർമിഷൻ വേണമെന്നൊരു നിയമം കൂടി ഉണ്ട്. അതാണ് ഈ ഇപ്പൊ ഉക്രൈൻ എടുത്തിട്ട് പിന്നെ അമേരിക്കയുടെ അവിടെ ഇവിടെയൊക്കെ ആയുധം യൂസ് ചെയ്തപ്പോൾ അമേരിക്ക പറഞ്ഞത് അത് പറ്റത്തില്ല, ഞങ്ങളുടെ പെർമിഷൻ വാങ്ങിക്കാതെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയൊക്കെ അതെ, ചില ഇഷ്യൂസുകളുണ്ട്. ഏതായാലും ഇതിപ്പോ ഇന്ത്യ പാകിസ്ഥാനിൽ മാത്രമല്ല മറ്റ് ഇടങ്ങളിലൊക്കെ, അതായത് ഏറ്റുമുട്ടാൻ തയ്യാറായിട്ട് ആരൊക്കെയോ എവിടേക്കോ നിൽക്കുന്നു എന്നുള്ളൊരു പ്രതീതി ഇപ്പോൾ ലോകത്തെമ്പാടുമുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ഒരു 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 ശാന്തമായി നിൽക്കുന്നത് യൂറോപ്പ് മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ളവരൊക്കെ, അതായത് പശ്ചിമേഷ്യയും ഏഷ്യയും ഏതാണ്ട് ഏത് സമയവും ഏറ്റുമുട്ടലിന്റെ ഒരു പാതയിലാണ്. അത് ആരൊക്കെ തമ്മിൽ ഏറ്റുമുട്ടുക, അല്ല ആരൊക്കെ തമ്മിൽ ഇടി വരുമെന്നറിയില്ല. ഒരുപക്ഷെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഇല്ലെങ്കിൽ അത് ഒരു അല്പം കൂടെ നീണ്ടുപോയാൽ നമ്മള് കരുതുന്ന ഒരു 3-4 ദിവസത്തെ അറ്റാക്ക് കൊണ്ട് പ്രധാന കേന്ദ്രങ്ങളെല്ലാം അടിച്ചു നിർത്തുമെന്നാണ് കരുതുന്നത്. അതല്ല, വീണ്ടും അതൊരു ഫുൾ ഫ്ലെഡ്ജിലേക്ക് പോയാൽ, ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോയാൽ ഒരുപക്ഷെ ഈ ലോകത്തിന്റെ ക്രമം തന്നെ മാറി മറിയും. ഇത് പല രീതിയിലുള്ള യുദ്ധങ്ങളാകും. ചൈന ഇതിന്റെ ഗ്യാപ്പ് നോക്കി തായ്വാൻ പിടിക്കാൻ ശ്രമിക്കും, പക്ഷെ അപ്പോൾ അമേരിക്കയ്ക്ക് അവരെ രക്ഷിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ ഇഷ്യൂസുകൾ ഇതിനകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നത്. അപ്പോഴത്തേന് ഈ ശാക്തിക ചേരി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാൻ സാധ്യതയുണ്ട്. ഇവിടെ അനങ്ങാതെ നിൽക്കുന്ന 2-3 വില്ലന്മാരുണ്ട്, നമ്മൾ അവരെ കാണാതെ പോകരുത്. അതിനകത്തൊരു പ്രധാന വില്ലനാണ് ഉത്തര കൊറിയ. ആ ഉം, ചങ്ങായി ഇപ്പൊ അനങ്ങുന്നില്ല. സാധാരണ ഇതിനകത്തൊക്കെ കയറി അഭിപ്രായം പറയുക മാത്രമല്ല, എപ്പോഴും എന്തെടുത്തിട്ട് പൊട്ടിക്കുമെന്നൊരു ലെവലില്ല പുള്ളിക്ക്. പുള്ളി ആരുടെ ഒപ്പം നിൽക്കുമെന്നും അതെ, അറിയില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ട് ഇതിനകത്ത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവരൊന്നും ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല. അവരൊക്കെ ഇനി എപ്പോഴും ഇടപെടും എന്താണെന്ന് അറിയില്ല. കാരണം അവര് ഈ അടുത്ത കാലത്ത് ഒരു ഡീല് പാകിസ്ഥാനും ഉത്തര കൊറിയയും തമ്മിൽ നടത്താൻ തീരുമാനമെടുത്തിരുന്നു, ഉം, ആയുധങ്ങൾ ഉത്തര കൊറിയയിൽ നിന്ന് വാങ്ങാന്നുള്ളത്. പക്ഷെ അപ്പം ഈ റഷ്യ കണ്ണുരുട്ടിയോണ്ടാണ് ഉത്തര കൊറിയ അത് കൊടുക്കാഞ്ഞത്. കാരണം പുടിനുമായി അടുത്ത ബന്ധമാണ് ഈ കിം ജോൺ ഉന്നിനുള്ളത്. ഒപ്പം തന്നെ ഉം. ചൈനയുമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പൊ ഏതായാലും അവരുടെ ഒന്നും ഒരു നിർദ്ദേശമില്ലാതെ കിം ജോൺ ഉൻ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടില്ല എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. ഏതായാലും പശ്ചിമേഷ്യയും ഏഷ്യയും സംഘർഷഭരിതമാണ്. അത് ഇന്ത്യ പാകിസ്ഥാൻ മാത്രമല്ല, മറ്റിടങ്ങളിലേക്കും അത് വ്യാപിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. അതായത് അടിക്കാനും ഇടിക്കാനും ഏറ്റുമുട്ടാനുമായി കാത്തിരിക്കുന്ന കുറെ രാജ്യങ്ങളും കുറെ ആളുകളുമുണ്ട്. ഉം. അതൊക്കെ ഒരുപക്ഷെ ഇതിന്റെ പരിണത ഫലമായിട്ട്, കാരണം അങ്ങനെയാണല്ലോ യുദ്ധം രണ്ടുപേര് തമ്മിലാണ് തുടങ്ങുന്നത്, പിന്നീട് അതിന്റെ ആ ശാഖോപശാഖകൾ നീണ്ടു നീണ്ടു പോയി പലരും ഇതിൽ ഓട്ടോമാറ്റിക്കലി വന്ന് പങ്കെടുത്ത് പോകുന്നതാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് കരുതാം. താങ്ക് യു, വിജേട്ടാ. താങ്ക് യു സോ മച്ച്.